മെറബലാർ. ടർക്കിഷ് ലാംഗ്വേജിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടർക്കിഷിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ മ്, മീ, മു, ഓർ, മു ഈ 4 സഫിക്സുകളിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. മ്, മീ, മു, ഓർ, മു. ഇത്തരത്തിൽ ഈ 4 സഫിക്സുകൾ ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ ചേർത്ത് കൊടുത്താൽ ആ സെന്റൻസ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി മാറുന്നതായിരിക്കും. ഇനി മ്, മീ, മു, ഓർ, മു ഈ 4 സഫിക്സുകൾ ഏത് സെന്റൻസിന്റെ കൂടെയാണ് ചേർത്ത് പറയേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ടർക്കിഷിലെ 4-way vowel harmony rules ആണ്. 4-way vowel harmony rules. ഇതിനു മുമ്പ് ഓർഡിനൽ നമ്പേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് 4-way vowel harmony റൂൾസിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതുപോലെ ഈ 4 ക്വസ്റ്റ്യൻ സഫിക്സുകളും 4-way vowel harmony റൂൾസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് റൂൾ, ഒരു സെന്റൻസിലെ ക്വസ്റ്റ്യൻ സഫിക്സിന് തൊട്ട് മുമ്പുള്ള പദത്തിലെ അവസാനത്തെ വവൽ ലെറ്റർ ആ, ഇ, ആ, ഇ എന്നിവയിൽ ഏതെങ്കിലും ഒന്നാവുകയാണെങ്കിൽ അതിനുശേഷം മ് എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. മ്. ഫോർ എക്സാമ്പിൾ, ബു കിതാബ്, ബു കിതാബ്. ദിസ് ഈസ് എ ബുക്ക്. ദിസ് ഈസ് എ ബുക്ക് എന്നുള്ള സെന്റൻസിനെ ഈസ് ദിസ് എ ബുക്ക് എന്ന രൂപത്തിൽ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നതിന് വേണ്ടി കിതാബ് എന്ന പദത്തിന് ശേഷം മ് എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ കിതാബ് എന്ന പദത്തിലെ അവസാനത്തെ വവൽ ലെറ്റർ ആ ആണ്. ആ. സോ ടർക്കിഷിലെ 4-way vowel harmony റൂൾസ് അനുസരിച്ച് കിതാബ് എന്ന പദത്തിന് ശേഷം മ് എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. മ്. ബു കിതാബ് പ്ലസ് മ്. ബു കിതാബ് മ്. ബു കിതാബ് മ്. ബു കിതാബ് മ് മീൻസ് ഈസ് ദിസ് എ ബുക്ക്? ഈസ് ദിസ് എ ബുക്ക്? മറ്റൊരു ഉദാഹരണം, ബു സുനുഫ്. ബു സുനുഫ്. ബു സുനുഫ് മീൻസ് ദിസ് ഈസ് എ ക്ലാസ് റൂം. ബു സുനുഫ്. ഇവിടെ സുനുഫ് എന്ന പദത്തിലെ അവസാനത്തെ വവൽ ലെറ്റർ ഇ എന്നതാണ്. ഇ. അതുകൊണ്ട് തന്നെ സുനുഫ് എന്ന പദത്തിന് ശേഷം മ് എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ആണ് ചേർത്ത് പറയേണ്ടത്. ബു സുനുഫ് എന്നതിൻ്റെ കൂടെ മ് ചേർത്ത് കൊടുത്താൽ ബു സുനുഫ് മ്. ബു സുനുഫ് മ്. ബു സുനുഫ് മ്. ഈസ് ദിസ് എ ക്ലാസ് റൂം? ബു സുനുഫ് മ്. ഇനി രണ്ടാമത്തെ റൂൾ, ഒരു പദത്തിലെ അവസാനത്തെ വവൽ ലെറ്റർ എ, ഇ, എ, ഇ ഇവയിൽ ഏതെങ്കിലും ഒന്നാവുകയാണെങ്കിൽ ആ പദത്തിന് ശേഷം മീ എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ആണ് ചേർത്ത് പറയേണ്ടത്. മീ. ഫോർ എക്സാമ്പിൾ, ബു കലം. ബു കലം. ദിസ് ഈസ് എ പെൻ. ബു കലം. കലം എന്ന പദത്തിലെ അവസാനത്തെ വവൽ ലെറ്റർ എ എന്നതാണ്. എ. സോ 4-way vowel harmony റൂൾ അനുസരിച്ച് കലം എന്ന പദത്തിന് ശേഷം മീ എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ആണ് ചേർത്ത് പറയേണ്ടത്. ബു കലം എന്നതിനോടൊപ്പം മീ ചേർത്ത് പറഞ്ഞാൽ ബു കലം മ്. ബു കലം മ്. which means is this a pen? Is this a pen? ബു കലം മേ. മറ്റൊരു ഉദാഹരണം, ബു ഓറഞ്ചി. ബു ഓറഞ്ചി. ബു ഓറഞ്ചി മീൻസ് ദിസ് ഈസ് എ സ്റ്റുഡൻറ്. ബു ഓറഞ്ചി. ഇവിടെ ഓറഞ്ചി എന്ന പദത്തിലെ ലാസ്റ്റ് വവൽ ലെറ്റർ ഇ എന്നതാണ്. ഇ.
ടർക്കിഷ് 4-way വവൽ ഹാർമണി റൂൾസ് അനുസരിച്ച് ഒരു പദത്തിലെ അവസാനത്തെ വവൽ ലെറ്റർ എ, ഇ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അതിനുശേഷം മീ എന്ന സഫിക്സ് ആണ് ചേർത്ത് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറഞ്ചി എന്ന പദത്തിന് ശേഷവും മീ എന്ന ക്വസ്റ്റ്യൻ സഫിക്സ് ആണ് ചേർക്കേണ്ടത്. ബു ഏറഞ്ചി മേ, ബു ഏറഞ്ചി മേ, which means is this a student? ബു ഏറഞ്ചി മേ.